കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ ഐശ്വര്യമായിട്ട് ഓണം സീരീസ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കുറുക്ക് കാണലിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങാന്ന് വെച്ചത്. അപ്പം ഉണ്ടാക്കി കാണിക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വായോ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദാണ്ടെ 2 വാഴക്കയും പിന്നെ ഒരു ചെറിയ പീസ് ചേനയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും ട്ടോ. അപ്പം ഇത് രണ്ടും എടുത്ത് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കി ഒന്ന് അരിഞ്ഞു കൊണ്ടുവരാം. കണ്ടോ ഞാൻ ചേന ദാണ്ടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ വാഴക്ക ഉണ്ടല്ലോ അതും അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വലുതും അല്ല എന്നാൽ തീരെ ചെറുതും അല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കണേ. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനൊരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ വാഴക്കയും ചേനയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ തനതായ ശൈലിയിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിത് എന്റേതായ ഒരു ശൈലിയിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. അപ്പൊ ദാണ്ടെ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ചെറിയൊരു ഗ്ലാസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം സെറ്റായി വരും. അപ്പം അടച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിന് ഒരു മിക്സഡ് ജാറൊന്ന് എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ എരിവ് വളരെ കുറച്ച് കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഇനി ഇത് അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം അതും കൂടെ ചേർത്തിട്ട് നല്ല കണക്ക് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അവിയലിനൊക്കെ അരയ്ക്കൂലേ, ആ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി. അണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് തൈര് ഒന്ന് അടിച്ചെടുക്കണം. അതിനൊരു പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ ആ ഒരു കട്ടകളൊക്കെ നമുക്ക് നല്ലപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പൊ ദാണ്ടെ കട്ടകളൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. കട്ടകളൊക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന സംഭവം ദാണ്ടെ നല്ലപോലെ വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ? നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ. തൈര് അടിച്ച് വെച്ചേക്കുന്ന തൈരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ തൈര് ഒഴിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ തന്നെ നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ തൈരൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ പാകം വരെയും ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. എന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഒരുപാടങ്ങ് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പൊ പുളിയുള്ള തൈരാണെങ്കിലും ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അങ്ങനെ അങ്ങ് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ അടപ്പിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു അരപ്പെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ആ ഒരു മിക്സഡ് ജാറിൽ ഒരു ഇച്ചിരി അരപ്പൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്ന് ഒഴിക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അപ്പൊ ദാണ്ടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്തെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം.
ആണ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഒരു തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറിലാട്ടോ ഇരിക്കുന്നത്. ഫൈനലി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളു പരിപാടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു താളിപ്പ് അതും കൂടെ ചേർക്കുമ്പോഴേക്കും പെർഫെക്റ്റ് ആവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ നമുക്കിനി ഒരു കുഞ്ഞു താളിപ്പ് ഉണ്ടാക്കാം. അതും കൂടെ ഉണ്ടാക്കി ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആവും കേട്ടോ. അപ്പൊ താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കേ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നെയ്യ് ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ അങ്ങ് ഒതുക്കിട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി, അതായത് ഒരു ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ചൂടോടെ തന്നെ നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ എടുത്ത് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അതാണ്ട് ഞാനിനി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കുറുക്ക് കാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓണത്തിന് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെയാണോ അല്ല വേറെ രീതിയിലാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.